ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പുറകിൽ ഇതായി കാണുന്ന നോട്ടീസ് എന്ന് പറയുന്നത് RRB NTPC 2025 റിക്രൂട്ട്മെൻറ്റ് നടത്താൻ പോകുന്ന അപ്രൂവ്ഡ് വാക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. RRB NTPC 2025 നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്രൂവ്ഡ് വാക്കൻസി. ഈ നോട്ടീസ് വന്നിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 23, അതായത് ഇന്ന് വന്നിട്ടുള്ള നോട്ടീസാണ്. ജനറൽ മാനേജർ ഓൾ സോണൽ റെയിൽവേസ് 2 ആഴ്ചയ്ക്കകത്ത് ഈ അപ്രൂവ്ഡ് വാക്കൻസി ആയിട്ട് ബന്ധപ്പെട്ട് ഉടനടി തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഒരു സെൻട്രൽ എംപ്ലോയ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന മാസങ്ങളിൽ, ചിലപ്പോൾ ഒക്ടോബർ മാസമായിരിക്കാം, ചിലപ്പോൾ നവംബർ മാസമായിരിക്കാം, ഈ വരുന്ന 1-2 മാസത്തിനകം തന്നെ നോട്ടിഫിക്കേഷൻ വരാനുള്ള എല്ലാ സാധ്യതയും RRB NTPCക്ക് ഉണ്ട്. എത്ര വേക്കൻസിയിലേക്കാണ് ഇത്തവണ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്? ഇതവിടെ നോക്കി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത് ഗ്രാജുവേറ്റ് ലെവലിന് വേണ്ടിയിട്ട് 5000-ഓളം വേക്കൻസിയാണ്. 5817 വേക്കൻസിയാണ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന് വേണ്ടി RRB ഇത്തവണ ഒഴിവിട്ടിരിക്കുന്നത്. 5817 ഗ്രാജുവേറ്റ് ലെവലിന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷനകത്ത് ഇത്തവണ ഒഴിവുണ്ടായിരിക്കുക. ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ നോട്ടിഫിക്കേഷനകത്താണെന്നുണ്ടെങ്കിലോ 3058 എന്ന് പറഞ്ഞാൽ ഇത്തവണയും 8000-ഓളം വേക്കൻസി. കഴിഞ്ഞ വർഷം 11,000 ആയിരുന്നു. വർഷാവർഷം എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു? ഈ പറഞ്ഞ പോലെ അത്ര കണ്ട് ഒഴിവുകൾ വരില്ല എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷേ 8000-ഓളം ഒഴിവുകൾ ഇത്തവണയും 2025 നോട്ടിഫിക്കേഷനകത്തുമുണ്ട്. അപ്പോൾ ഇതൊരു സുവർണ്ണ അവസരമാണ്. ഓൾറെഡി NTPC ഗ്രാജുവേറ്റ് ലെവലിൻ്റെയും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെയും ടയർ 1 എക്സാം കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾ, ആ എക്സാം കടക്കില്ല എന്ന് തോന്നുന്നവർക്ക് വീണ്ടും പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സുവർണ്ണ അവസരമായിട്ട് ഇതിനെ കണക്ക് കൂട്ടുക. ഓക്കെ, 3058 ഒഴിവുകളാണ് അണ്ടർ ഗ്രാജുവേറ്റിനുള്ളത്. 5817 ഒഴിവുകളാണ് ഗ്രാജുവേറ്റ് ലെവലിന് ഉള്ളത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു നോട്ടീസ് തന്നെയാണിത്. ഏതൊക്കെ പോസ്റ്റുകളാണ്, അത് ഏതൊക്കെ സോണുകളിൽ എത്രത്തോളം ഒഴിവുകൾ ഉണ്ടെന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. ഇതായിരിക്കും നോട്ടിഫിക്കേഷനിൽ അനക്ഷർ A എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വരാനായിട്ട് സാധ്യതയുള്ളത്. ആൻഡ് 6 പോസ്റ്റാണ് ഗ്രാജുവേറ്റ് ലെവലിൽ ഇത്തവണ ഉള്ളത്. കഴിഞ്ഞ ഗ്രാജുവേറ്റ് ലെവലിനാണെങ്കിൽ 5 പോസ്റ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ 6 പോസ്റ്റ് ഉണ്ട്. ട്രാഫിക് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റും അതാണ് കൂടുതലായിട്ട് ഉള്ളത് ഇത്തവണ. അണ്ടർ ഗ്രാജുവേറ്റിനാണെന്നുണ്ടെങ്കിലോ 4 പോസ്റ്റുകളാണ് പ്രധാനമായിട്ടുള്ളത്. 3058 ഒഴിവുകൾ. ഈ കാണുന്ന 17ഓളം സോണുകളിലേക്ക് എങ്ങനെയാണ് വേക്കൻസി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും വ്യക്തമായിട്ട് അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ഒരു സന്തോഷമുള്ള ഒരു വാർത്തയാണ്. കഴിഞ്ഞ ആഴ്ച ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നോട്ടീസും ഇതുപോലെ വന്നിരുന്നു. ഏകദേശം 2000 ചില ഒഴിവുകളാണ് ആ എക്സാമിനും കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 8000-ഓളം ഒഴിവുകളിലേക്കായിട്ടാണ് NTPC ഈ വരുന്ന വർഷത്തെ 2025 നോട്ടിഫിക്കേഷൻ പുറത്തു വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് വ്യക്തമായിട്ട് ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഓൾറെഡി ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത്, അല്ലെങ്കിൽ ആ നോട്ടീസ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതെന്താണ്? ഇത് ആനുവൽ കലണ്ടറാണ്. നമ്മുടെ ടെലഗ്രാം ചാനലിലെ ചാറ്റ് റൂമിൽ ഞാൻ ഈ കലണ്ടർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കലണ്ടറിൻ്റെ ഡേറ്റാണ്, ആ കലണ്ടറിൻ്റെ നോട്ടീസ് നമ്പറാണ് ഈ കൊടുത്തിരിക്കുന്നത്. 2024 ഈ RRB 2538 10/10/2024 പുറപ്പെടുവിച്ച RRB പുറപ്പെടുവിച്ച ആനുവൽ കലണ്ടർ. ഏത് വർഷത്തെ? 2025. അതിലേക്ക് വേണ്ടിയിട്ടുള്ള അപ്രൂവ്ഡ് വേക്കൻസീസാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊരു സുവർണ്ണ അവസരമായിട്ട് എല്ലാവരും കൺസിഡർ ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളിനി വരുന്ന ദിവസങ്ങൾ നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ പഠനം തുടരുക. ഒഴിവുകൾ, സാധ്യതകൾ ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.